ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം സൈന്യത്തെ അതിർത്തിയിലേക്ക് നിയോഗിച്ചിരുന്നു. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ചെയ്ത പരിപാടി സെയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിൽ അതിർത്തിയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള സംഘത്തെ, യുദ്ധസംഘത്തെ പറഞ്ഞയക്കലാണ് ആദ്യം ചെയ്തത്. അപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോ സഹാബത്തിൽ നിന്ന് ചിലർക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഈ സമയത്ത് ഇപ്പൊ ഒരു യുദ്ധം വേണോ എന്ന ഒരു തോന്നൽ, ഈ സമയത്ത് ഒരു യുദ്ധം വേണോ എന്ന് തോന്നി. കാരണം നബി തങ്ങളിപ്പോ വഫാത്തായിട്ടുള്ളൂ. അതിർത്തിയിലാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പൊ നിലവിലില്ല. സെയ്ദ് ഇബ്നു ഹാരിസ ആണെങ്കിൽ ചെറിയ കുട്ടിയാണ്, നന്ന ചെറുതല്ല, എന്നാലും കൂട്ടത്തില് കുട്ടിയാണ്. യുദ്ധം ചെയ്ത് പരിചയമുള്ള അലി റളിയല്ലാഹു അൻഹുവിനോടുണ്ട്. അങ്ങനെ പ്രമുഖരായ ഒരുപാട് യോദ്ധാക്കൾ, ധീര കേസരികൾ ഉള്ള സമയത്ത് സൈന്യത്തെക്കൊന്ന് രണ്ടാമത് അലകും പിടിയൊക്കെ മാറ്റി ഒന്ന് ശരിയാക്കിയിട്ട് മുസ്തഫ നബി തങ്ങൾ വഫാത്തായതിനു ശേഷം ആദ്യം നടത്തുന്ന ഒരു യുദ്ധല്ലേ, അത് തോറ്റാലാകെ പ്രശ്നാവൂലേ? അതുകൊണ്ട് കുറച്ച് നേതൃപാഠവും യുദ്ധത്തിൽ കഴിവുള്ളവർ ആരെങ്കിലും ഒരാളെ നേതൃസ്ഥാനത്തേക്ക് മാറ്റി നിശ്ചയിച്ചിട്ട് യുദ്ധസംഘത്തെ അയച്ചാൽ പോരെ എന്ന് സ്വഹാബത്തിന് തോന്നി. അതാദ്യം തോന്നിയത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. ഈ തോന്നൽ ആദ്യം ഉണ്ടായത് ഉമർ ഖത്താബിനാണ്. കുറെ സഹാബത്തിന് അത് തോന്നി. അപ്പൊ പിന്നെ ആരാധന നബിനോ അത് സിദ്ദീഖ് തങ്ങളോട് പറയാ എന്നൊരു ചർച്ച. എല്ലാരും പറഞ്ഞു അത് ഉമർ ഖത്താബിനെ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് പറയാൻ വേണ്ടി സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ സമയത്ത് ഇപ്പൊ ഒരു യുദ്ധം വേണോ? അതും സെയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തില്. ചെറിയ കുട്ടിയല്ലേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കുറച്ച് വലിയ ആൾക്കാരെ ആരെങ്കിലും നേതൃസ്ഥാനത്താക്കിയിട്ട് നമുക്ക് അതൊന്നുകൂടി അഴിച്ചു പണി എടുത്തിട്ട് ആക്കത്തിന് പോയാ പോരേ എന്ന് ചോദിച്ചു സിദ്ദീഖ് തങ്ങളോട് റളിയല്ലാഹു അൻഹു. അപ്പൊ പറഞ്ഞു, അതിർത്തിയിലേക്ക് സെയ്ദ് ഇബ്നു ഹാരിസയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയി യുദ്ധം ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ അവർ യുദ്ധത്തിനാണ്ട് തോറ്റു എന്ന് വിചാരിച്ചോളി. എന്നിട്ട് ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു. മദീനയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്ത് കൊണ്ട് മദീനയുടെ അങ്ങാടി ഇങ്ങനെ നിറഞ്ഞു കടന്നാലും അല്ലാഹുവിന്റെ റസൂൽ പോകണമെന്ന് പറഞ്ഞ സംഘത്തെ ഞാൻ തിരിച്ചു വിളിക്കൂല എന്ന് പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെയാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാ വെച്ചാല് സ്വഹാബത്തിന്റെ ഒരു നിലപാട് എന്തായിരുന്നു എന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവനാൻ പിടിച്ച മുയലിന് 3 ചെവിയേറ്റ് നടക്കലല്ല.